ടെസ്റ്റിൽ ഇന്ത്യ എത്ര തോറ്റാലും ടീമിൽ മാറ്റങ്ങൾ വരുന്നില്ല. സീനിയർ താരങ്ങൾ അതുപോലെ ടീമിൽ തുടരുന്നു. ഇപ്പോഴത്തെ കോച്ച് ഗൗതം ഗംഭീർ സീനിയർ താരങ്ങളെ പുറത്താക്കിയിരിക്കുകയാണ്. 2 സീനിയർ താരങ്ങളാണ് 5ാമത്തെ ടെസ്റ്റിൽ പുറത്തായിരിക്കുന്നത്. പുതിയ താരങ്ങൾ സ്ക്വാഡിലേക്ക് വരികയാണ്. അപ്പോൾ ഇന്ത്യ ഓസ്ട്രേലിയ 5ാമത്തെ ടെസ്റ്റിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ടെസ്റ്റ് ടീമിൽ അടിമുടി മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. ഇന്ത്യയുടെ സീനിയർ താരങ്ങൾക്ക് വിലക്ക് ലഭിക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ച് രോഹിത് ശർമ്മ. 5ാമത്തെ ടെസ്റ്റിൽ രോഹിത് ശർമ്മ കളിച്ചേക്കില്ലെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. പകരം രാഹുലും ജയ്സ്വാളുമായിരിക്കും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുന്നത്. രോഹിത് ശർമ്മ തുടരെ ഫോം ഔട്ട് ആവുന്നതാണ് ഇന്ത്യൻ ടീമിന് പണിയാവുന്നത്. അതുപോലെ സിറാജിനും റെസ്റ്റ് കൊടുക്കും. പകരം പുതിയ താരങ്ങൾ സ്ക്വാഡിലെത്തും. 3ാമത്തെ ടെസ്റ്റിൽ ശുഭ്മാൻ ഗില്ല് കളിച്ചേക്കും. അതുപോലെ കോഹ്ലിയും ഉണ്ടായിരിക്കും. ഋഷഭ് പന്തിന് റെസ്റ്റാണ്. പകരം ധ്രുവ് ജുറലായിരിക്കും കളിക്കാൻ പോകുന്നത്. ഇനിയും സീനിയർ താരങ്ങളെ മാറ്റി നിർത്തിയില്ലെങ്കിൽ ഇന്ത്യയുടെ ടെസ്റ്റ് കരിയർ തന്നെ അവസാനിക്കും. അതുപോലത്തെ മോശം കളിയാണ് ഇന്ത്യ കാഴ്ചവെക്കുന്നത്. ടെസ്റ്റിൽ യുവതാരങ്ങളെ എടുക്കുമെന്നാണ് ഇപ്പോൾ ഗംഭീർ പറഞ്ഞിരിക്കുന്നത്. ഈ ടെസ്റ്റ് സീരീസോടുകൂടി പല സീനിയർ താരങ്ങളുടെയും കസാര തെറിക്കും. നിലവിൽ അശ്വിൻ മാത്രമേ ടെസ്റ്റിൽ നിന്ന് വിരമിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ സീരീസ് അവസാനിക്കുന്നതോടെ ഒരുപാട് സീനിയർ താരങ്ങൾ വിരമിക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 5ാമത്തെ ടെസ്റ്റിനുള്ള ഇന്ത്യയുടെ പ്ലേയിങ്ങിൽ നോക്കാം. രാഹുൽ, ജയ്സ്വാൾ, ശുഭ്മാൻ ഗില്ല്, കോഹ്ലി, ഋഷഭ് പന്ത് അല്ലെങ്കിൽ ധ്രുവ് ജുറൽ, ജഡേജ, നിതീഷ് കുമാർ, വാഷിംഗ്ടൺ സുന്ദർ, ഹർഷിത് റാണ, ബുംറ, പ്രസിദ്ധ് കൃഷ്ണ. ഇതാണ് ഇന്ത്യയുടെ പ്ലേയിങ് 11. ഈ ടെസ്റ്റ് സീരീസ് അവസാനിക്കുന്നതോടെ യുവതാരങ്ങൾ ടെസ്റ്റിലേക്ക് വരികയാണ്. സഞ്ജു, പൂജാരെ, രഹാനെ തുടങ്ങി ഒരുപാട് താരങ്ങളെ ടെസ്റ്റ് ടീമിലേക്ക് തിരിച്ചു വിളിക്കുന്നുണ്ട്. ടെസ്റ്റ് ടീം അടിമുടി മാറുകയാണ്. സഞ്ജുവിന് അരങ്ങേറ്റത്തിന് അവസരം കിട്ടും. അടുത്ത വർഷത്തെ ഇംഗ്ലണ്ട് ടെസ്റ്റിലായിരിക്കും സഞ്ജു കളിക്കാൻ പോകുന്നത്. സഞ്ജു മാത്രമല്ല, ഒരുപാട് താരങ്ങളെത്തും. പണ്ടത്തെ ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിലുണ്ടായിരുന്ന താരങ്ങളായിരുന്നു രഹാനെ, പൂജാരെ. ഇവരെ തിരിച്ചു വിളിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.